കോർപ്പറേഷൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ BJPയുടെ ഭരണം വരികയാണ്. VV രാജേഷ് അല്പസമയത്തിനകം തന്നെ മേയറായി തെരഞ്ഞെടുക്കപ്പെടും. വോട്ടെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശാലിനിയും വിനീഷും തിരുവനന്തപുരത്തുണ്ട്. ഒപ്പം തൃപ്പൂണിത്തറയുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ BJP ഭരണം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം തൃപ്പൂണിത്തറയുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഘട്ടത്തിൽ ചില സംശയങ്ങൾ നിലനിന്നിരുന്നു. കാരണം 21-20 എന്ന നിലയ്ക്കാണ് അവിടെ കക്ഷി നില വന്നത്. 21 സീറ്റുകൾ BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കും 20 സീറ്റുകൾ അവിടെ LDFനുമായിരുന്നു. അതിനാൽ ആദ്യഘട്ടത്തിൽ തൃപ്പൂണിത്തറയിൽ ഭരണം അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. എന്നാൽ ജനരോഷം ശക്തമാകുമെന്ന് മനസ്സിലായതോടുകൂടി ഇന്ത്യ സഖ്യം അവിടെ രൂപപ്പെട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ തൃപ്പൂണിത്തറയുടെ ഭരണം PL ബാബുവിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കും. അദ്ദേഹത്തെ വിജയിയായി അല്പസമയത്തിനകം തന്നെ അവിടെ നഗരസഭയിൽ പ്രഖ്യാപിക്കും. പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഈ തവണയും BJP ഭരണം തന്നെയാണ് പാലക്കാട്ട്. 25 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അതിനാൽ പാലക്കാട് നഗരസഭയും തുടർച്ചയായി 15 വർഷക്കാലം ഇനിയും BJPയുടെ ഭരണത്തിലേക്ക് എത്തും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആശാനാഥ് ഉൾപ്പെടെയുള്ളവരെ കാണാൻ സാധിക്കും. ബിനീഷ് അവിടെ നിന്നും ചേരുകയാണ്. ബിനീഷ്, ഈ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഫലപ്രഖ്യാപനത്തിന് എത്ര സമയം കാത്തിരിക്കണം ഇനി? ഇപ്പോൾ നിലവിൽ 92 വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ 8 വോട്ടുകൾ കൂടി രേഖപ്പെടുത്താനുണ്ട്. അതിൽ പൗണ്ട് കടവ് സുധീഷ് എന്ന കൗൺസിലർ, സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു വന്ന സുധീഷ് എന്ന കൗൺസിലർ വോട്ട് രേഖപ്പെടുത്തില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താതെ സ്വതന്ത്രനായി തന്നെ ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ കണ്ണമ്മൂല സ്ഥാനാർത്ഥിയായിട്ടുള്ള പാറ്റൂർ രാധാകൃഷ്ണൻ, കൗൺസിലറായി വിജയിച്ചു വന്ന പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് വികസനത്തിനാണ് തൻ്റെ വോട്ട് എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പാറ്റൂർ രാധാകൃഷ്ണൻ NDAയെ പിന്തുണയ്ക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മേയർ സ്ഥാനത്തേക്കുമുള്ള വോട്ടെടുപ്പിൽ താൻ വോട്ട് ചെയ്യുമെന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 92 വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആകെ രേഖപ്പെടുത്താനുള്ളത് 8 ആണ്. അതിൽ 7 എണ്ണം മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. സുധീഷ്, പൗണ്ട് കടവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധീഷ് വിട്ടുനിൽക്കും എന്നതാണ്, കൗൺസിലറായ സുധീഷ് വിട്ടുനിൽക്കും എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ മേയർ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. 51 വോട്ടുകൾ ഉറപ്പാക്കി തന്നെയായിരിക്കും BJP ഇത്തവണ മേയർ പദവിയിലേക്ക് VV രാജേഷ് എത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മാത്രം മാധ്യമങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ലൈവായി തന്നെ നമുക്ക് നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ കാൻഡിഡേറ്റായി BJP അവതരിപ്പിക്കുമ്പോൾ ആ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ മേയർ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് അവസാനിക്കും. അതിനുശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാവും. ആ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ജില്ലാ കളക്ടർ സത്യവാചകം VV രാജേഷിന് ചൊല്ലിക്കൊടുക്കും. VV രാജേഷ് സത്യവാചകം എന്തായിരുന്നാലും ഏറ്റുപറയും. എന്തായിരുന്നാലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ആദ്യഘട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ജില്ലാ കളക്ടറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. എന്തായിരുന്നാലും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ അതിന് നേതൃത്വം വഹിക്കുന്നത്, സഭാ നടപടികളുടെ ഭാഗമായി നേതൃത്വം വഹിക്കുന്നത് എന്ന് പറയുന്നത് മേയറാണ്. ഈ തെരഞ്ഞെടുക്കുന്ന മേയറെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നിലവിൽ നമുക്ക് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് VV രാജേഷ് ആയിരിക്കും. മേയർ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്ന ആളായിരിക്കും. അങ്ങനെയാണ് നടപടിക്രമങ്ങൾ. എന്തായിരുന്നാലും നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ മേയർ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിജ്ഞാപനം അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കും. നിലവിൽ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം 95 വോട്ടുകൾ രേഖപ്പെടുത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഗൗതം. ഒപ്പം ബിനീഷ്, അവിടെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ നീണ്ട നിര ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ V മുരളീധരൻ, അതുപോലെ തന്നെ K സുരേന്ദ്രൻ. ഒപ്പം തിരുവനന്തപുരത്ത് ഈ സംഘടനയെ വളരെ വർഷങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മുഖങ്ങൾ. അങ്ങനെ ഈ ഒരു ചടങ്ങ്, ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങ് എന്നത് കേവലം ഒരു വിശേഷണമല്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊരു വലിയ ആഘോഷമാക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന BJP പ്രവർത്തകർക്ക് ആവേശം നൽകുവാൻ വേണ്ടി സംസ്ഥാന നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണല്ലോ ബിനീഷ്.
തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാന നേതാക്കളും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു നിമിഷമാണ് ഈ നിമിഷം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതി ചേർക്കുന്ന തരത്തിലേക്കാണ് തിരുവനന്തപുരത്ത് NDAയുടെ അല്ലെങ്കിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥി വിജയിച്ചു വരുമ്പോൾ വി വി രാജേഷ് മേയറാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു പുതു രാഷ്ട്രീയ ചരിത്രത്തിന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം പിടിക്കുന്നതോടുകൂടി, തലസ്ഥാനത്തിൻ്റെ കോർപ്പറേഷൻ ഭരണം എത്തുന്നതോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് BJP നേതൃത്വത്തിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ആഘോഷവും ആഹ്ലാദവും തന്നെയാണ് പ്രവർത്തകർ നടത്തുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ നേട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും, അത് പ്രതിഫലിക്കും എന്നതാണ് BJP വിശ്വസിക്കുന്നത്. കാരണം തിരുവനന്തപുരം പൂർണ്ണമായി മാറി ചിന്തിക്കുന്നു. സമാനമായ ചിന്താഗതി സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആരാണ് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരും. 96 വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായിരുന്നാലും നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നിമിഷം, സംസ്ഥാനത്തെ എല്ലാ പ്രവർത്തകരും ആഹ്ലാദത്തിലാകുന്ന ഒരു ദിനമാണ് ഇന്ന് ഓരോ BJP പ്രവർത്തകരും ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നത് ഒരു കാരണവശാലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം BJPയുടെ എല്ലാ സംസ്ഥാന നേതാക്കളും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്നു. ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി എല്ലാവരും ഇവിടെ എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ CK പത്മനാഭൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് രാഷ്ട്രീയ പരമായി നമുക്ക് ചിന്തിപ്പിക്കുമ്പോൾ അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് എത്തും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ BJP അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് BJPക്ക് ഏറ്റവും വലിയ ഒരു സുവർണ അവസരം അല്ലെങ്കിൽ സുവർണ ലിപികളാൽ എഴുതാവുന്ന ചരിത്രമായി തന്നെ BJP രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ അത് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൗതം, അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഐതിഹാസികമായ BJPയുടെ വിജയം. അതിന്റെ ഫലമായി ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിലും BJP വിജയിക്കാൻ പോകുകയാണ്. ഏതാണ്ട് 96 വോട്ടുകൾ ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 101 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അതിൽ 96 വോട്ടുകൾ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനിയും ചുരുക്കം വോട്ടുകൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വളരെ സുപ്രധാനമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾക്കകം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയി ആരാണ് എന്നെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. അതിൽ പക്ഷേ വലിയ ആകാംക്ഷയില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി, BJPയുടെ കൗൺസിലർ VV രാജേഷ് തന്നെ അനന്തപുരിയുടെ അടുത്ത മേയറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിലെ 47ാമത്തെ മേയറായിട്ടാണ് VV രാജേഷ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ തുടങ്ങി പിന്നീട് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ച് BJPയുടെ വക്താവായും BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായും BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായൊക്കെയുള്ള VV രാജേഷിന്റെ രാഷ്ട്രീയ ചരിത്രം അത് ഐതിഹാസികമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞാൽ കേരളത്തിലെ കോർപ്പറേഷനുകളിലേക്കുള്ള ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും അതോടൊപ്പം വിവിധ നഗരസഭകളിലെ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കും. ആ ഘട്ടത്തിലും തിരുവനന്തപുരത്ത് ആശാനാഥ് അടുത്ത ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെടും. അത്തരത്തിൽ ഉച്ചതിരിഞ്ഞാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക്